ഏറ്റവും കൂടുതൽ സ്പൈസി ലവേഴ്സും സീ ഫുഡ് ലവേഴ്സും ആവശ്യപ്പെടുന്നതാണ് കല്ലുമ്മക്കായ കാന്താരി റോസ്റ്റ്. ഹായ്, എൻ്റെ പേര് ജോമൻ മൊറീസ്. ഞാൻ പോഞ്ഞിക്കര കുസിനിയുടെ കോർപ്പറേറ്റ് ഷെഫാണ്. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് കല്ലുമ്മക്കായ കാന്താരി റോസ്റ്റാണ്. നമുക്ക് സ്ഥിരമായിട്ട് നമ്മുടെ കയ്യിലുള്ളതാണ് കല്ലുമ്മക്കായ. ഏറ്റവും കൂടുതൽ സ്പൈസി ലവേഴ്സും സീ ഫുഡ് ലവേഴ്സും ആവശ്യപ്പെടുന്നതാണ് കല്ലുമ്മക്കായ കാന്താരി റോസ്റ്റ്. ഇതിന് വേണ്ട മെയിൻ ഇൻഗ്രീഡിയൻസ് കല്ലുമ്മക്കായയാണ്. നമുക്ക് ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ളതും കല്ലുമ്മക്കായ സ്ഥിരം നമ്മുടെ പോഞ്ഞിക്കരയിൽ ഹൈലൈറ്റാണ്. കല്ലുമ്മക്കായ കാന്താരി റോസ്റ്റാണ്. നല്ല നാടൻ കാന്താരി മുളകും ചെറിയ ഉള്ളിയും കറിവേപ്പിലയും അരച്ച പേസ്റ്റാണ് നമ്മൾ ഇതിന് ഉപയോഗിക്കുന്നത്. ചെറിയ ഉള്ളി സ്ലൈസ് ചെയ്ത്, കറിവേപ്പില, ക്രഷ് ചെയ്ത ജിഞ്ചർ, ക്രഷ് ചെയ്ത ഗാർലിക്, കോക്കോട്ട് ഓയിലാണ് അതിന് മെയിനായിട്ട് ഇൻഗ്രീഡിയൻസ് വരുന്നത്. പാൻ കത്തിച്ചിട്ട് അതിൽ നമ്മൾ കോക്കോട്ട് ഓയിൽ ഒഴിക്കുക. പോഞ്ഞിക്കര ഒരു സ്പെഷ്യാലിറ്റി സീ ഫുഡ് റെസ്റ്റോറൻ്റാണ്. ഇതിൽ ഏറ്റവും കൂടുതൽ നമുക്ക് ഹൈലൈറ്റ് ചെയ്യുന്നത് കല്ലുമ്മക്കായും ക്രാബ് റോസ്റ്റും മീൻ മുട്ടയും പിന്നെ പച്ചക്കാന്താരിയുടെ പ്രോൺസും മസിൽസും സ്കിഡും പിന്നെ പോയിട്ട് നമ്മുടെ ചുട്ടുള്ളി മസാലയുണ്ട്, കാളാഞ്ചി ചുട്ടുള്ളി മസാല. അങ്ങനെ ഒത്തിരി സീ ഫുഡിൻ്റെ തന്നെ വൈവിധ്യമായ മസാലകളാണ് നമ്മൾ കൂടുതൽ ചെയ്യുന്നത്. ഓയിൽ ഏകദേശം ചൂടായി. നമുക്ക് അതിലേക്ക് സ്ലൈസ് വെച്ച് ഷാലറ്റ് ഇടാം, ഗാർലിക് ഇടാം, ജിഞ്ചർ ഇടാം, കറി ലീവ്സ് ഇടാം. ഇത് നന്നായിട്ട് സോട്ട് ചെയ്യുക. ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം നന്നായിട്ട് ഒന്ന് വഴറ്റുക. നമുക്ക് സീ ഫുഡിൽ ഏറ്റവും കൂടുതൽ നമുക്ക് ഹൈലൈറ്റ് ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഫ്രീസിങ് സംവിധാനം നമുക്കില്ല. കാരണം അന്നന്ന് വരുന്ന ഫ്രഷ് സാധനം, ഒരു 9 മണിയാകുമ്പോൾ വരുന്ന ഫിഷും സീ ഫുഡും എല്ലാം അത് നമ്മളപ്പോൾ തന്നെ ആ ലഞ്ചിന് പ്രിപ്പയർ ചെയ്യുന്നു. നമുക്ക് അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ആ ഒരു ഫ്രഷ്നെസ്സാണ്, സീ ഫുഡിൻ്റെ ഏറ്റവും ഫ്രഷ്നെസ്സാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ചെയ്യാനുള്ള ഒരു കാരണം. അതിൽ തന്നെ നമ്മൾ മസിൽസും ക്രാബും സ്കിഡും കല്ലുമ്മക്കായൊക്കെ നമുക്ക് ഏറ്റവും കൂടുതൽ അവൈലബിലിറ്റി ഉള്ളതാണ് കൊച്ചിയിൽ. നമ്മുടെ ഏറ്റവും വലിയ വിജയം എന്ന് പറഞ്ഞാൽ നമ്മുടെ സാറ്റിസ്ഫൈഡായ കസ്റ്റമേഴ്സാണ്. ആ കസ്റ്റമേഴ്സുടെ എൻ്റെ സംതൃപ്തിയാണ് നമ്മുടെ സംതൃപ്തിക്കുള്ള മെയിൻ കാരണം. ലഞ്ചിൽ തന്നെ സ്പെഷ്യലായിട്ട് നമുക്ക് അടപ്രഥമനുണ്ട്. അത് നമ്മൾ കദളിപ്പഴം ഇട്ടിട്ടുള്ള ഒരു പരമ്പരാഗത രീതിയിലുള്ള ഒരു പായസമാണ്. അതിന് തന്നെ നമുക്ക് സ്ഥിരം വരുന്ന ആളുകളുണ്ട്. ഇപ്പോൾ ഏകദേശം വഴറ്റി വന്നിട്ടുണ്ട്. നമ്മളിനി ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന കല്ലുമ്മക്കായ ഇതിലേക്ക് നമുക്ക് ആഡ് ചെയ്യാം. രണ്ട് മിനിറ്റ് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന ഈ കാന്താരി ചെറിയുള്ളി പേസ്റ്റ് ഇതിലേക്ക് ആഡ് ചെയ്യാം. ഒരു പിഞ്ച് സാൾട്ടും ഇടും. ഇതിൽ നന്നായിട്ട് വഴറ്റുക. ഒരു 4 മിനിറ്റ് നന്നായിട്ട് ഒന്ന് കവർ ചെയ്ത് വെക്കുക. ഏകദേശം നമ്മുടെ കല്ലുമ്മക്കായ കാന്താരി റോസ്റ്റ് റെഡി ആവണം. ലഞ്ചിൽ നമുക്ക് സൈഡ് ഡിഷുകൾ ഏറ്റവും ഹൈലൈറ്റായ ഏറ്റവും മൂവ്മെൻ്റ് ഉള്ളതാണ് കല്ലുമ്മക്കായ കാന്താരി റോസ്റ്റ്. വളരെ സിമ്പിളാണ്, വളരെ ഒതൻറ്റിക്കായ ഒരു ഡിഷാണ്. എല്ലാം അതിൻ്റെ ഒരു റോസ്റ്റ് പരുവത്തിലായി.
കല്ലുമ്മക്കായ ഒരു 3-4 മിനിറ്റ് നമുക്ക് കുക്ക് ചെയ്താൽ മതി. ഒരുപാട് കുക്കായി കഴിഞ്ഞാൽ അതിൻ്റെ ടെക്സ്ചർ മാറി അത് ഒരുപാട് ഹാർഡായി പോകും. സോഫ്റ്റ്നെസ് ആണ് അതിൻ്റെ ടേസ്റ്റ്. കല്ലുമ്മക്കായ നന്നായിട്ട് പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്യണം. അത് ഏത് സീ ഫുഡായാലും നന്നായിട്ട് പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്യണം. നമ്മൾ ക്ലീൻ ചെയ്ത് നമ്മൾ ടർമറിക് പൗഡറിലും സാൾട്ടിലും വിനെഗറിലും നമ്മൾ ഒരു 2-3 മിനിറ്റ് സോക്ക് ചെയ്തിട്ടാണ്, പിന്നെ ഒരു 2-3 പ്രാവശ്യം വാഷ് ചെയ്തിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. വാഷ് ചെയ്യുന്നതാൾ ഇതിൻ്റെ ആ സീ ഫുഡിൽ അഴുക്കെല്ലാം പോയി ആ ഒരു ഫ്രഷ്നെസ് നമുക്ക് കിട്ടുള്ളൂ. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് കല്ലുമ്മക്കായ റെഡിയായി നമുക്കൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. അപ്പോൾ സ്പൈസി ആയിട്ടുള്ള കല്ലുമ്മക്കായ കാന്താരി റോസ്റ്റ് റെഡിയാണ്. അത് നമ്മുടെ പോഞ്ഞിക്കര കുസിനിയിലെ ഏറ്റവും സ്പെഷ്യലായിട്ടുള്ള ഐറ്റമാണ്.